ഇപ്പോൾ SFIയുടെ പ്രതിഷേധ മാർച്ച് കേരള സർവകലാശാലയിലേക്ക് അതിൻ്റെ തത്സമയ വിവരങ്ങളാണ്, ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ സത്യപ്രതിജ്ഞയ്ക്ക് അനുവദിക്കാത്തത് അടക്കം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാറിൻ്റെ തിട്ടൂരം നടപ്പാക്കുന്ന മോഹനൻ കുന്നുമ്മൽ എന്ന വൈസ് ചാൻസലർക്കെതിരായ പ്രതിഷേധമാണ് SFI തുടർന്നു വരുന്നത്. ഇന്നലെ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തീർച്ചയായും അതാണ്ട് VC-യുടെ പടം സംഘപരിവാർ എന്ന് ബോധ്യമാകുന്ന മോഹനൻ കുന്നുമ്മലിൻ്റെ VC-യുടെ കേരള സർവകലാശാല VC-യുടെ ആ ഫോട്ടോ പതിച്ച, അതായത് സംഘപരിവാറിൻ്റെ തിട്ടൂരമനുസരിച്ച് നീങ്ങുന്ന ഒരാളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് SFI ഇപ്പോൾ ബാനറുകളും ഉയർത്തി പ്രതിഷേധിക്കുന്നത്. കേരള VC-യെ കാണുവാനില്ല എന്നുള്ളതാണ്. അത് ആരോഗ്യ സർവകലാശാലയുടെ കാര്യത്തിലും ഇവിടുത്തെ ചുമതലയുടെ കാര്യത്തിലും ഒന്നും കൃത്യമായി പങ്കെടുക്കുകയോ വരികയോ പോലും ചെയ്യാത്ത ഒരു VC എങ്ങനെയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്ന പ്രവൃത്തികൾ നടത്താനാകുന്നത്? കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ യശസ് കെടുത്തുന്ന തരത്തിലുള്ള സംഘപരിവാർ നീക്കങ്ങൾക്ക് തിട്ടൂരം ചാർത്തുകയാണ് ഈ കേരള സർവകലാശാല VC എന്നതൊക്കെ ആരോപണമായി ഉന്നയിച്ച് SFI പ്രതിഷേധത്തിലായിരുന്നു. ഇന്നലെ ആ പ്രതിഷേധം സംഘർഷത്തിൻ്റെ വക്കിലേക്ക് പോയി. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. നേതാക്കന്മാർക്കെതിരായി ഉള്ള നീക്കം അത്തരത്തിൽ SFIയുടെ പ്രതിഷേധം അത്തരത്തിൽ തുടരുകയാണ്. അതിൻ്റെ ഒരു ദിശയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ കേരള VC-ക്കെതിരായ പ്രതിഷേധത്തിൻ്റെ ബാനറുകൾ ഉയർത്തിയത് വിദ്യാർത്ഥി സമൂഹം പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധിയായിരുന്നു. കമലേഷ്, സമരം ഏത് ദിശയിൽ? SFI പ്രതിഷേധം, കേരള സർവകലാശാല VC-ക്കെതിരായ SFIയുടെ പ്രതിഷേധം അതിൻ്റെ നിർണായക ദിശയിലേക്ക് കടക്കുകയാണ്. കുടിൽ കെട്ടിയുള്ള പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ SFI ഇന്നലെ വരെ നടത്തിയിരുന്നത്. പക്ഷേ അതിനെതിരായി പോലീസിൻ്റെ നടപടിയുണ്ടായി. സ്വാഭാവികമായും നിയമ നടപടി എന്ന നിലയിൽ അവിടെ നിന്നും പോലീസ് സമരക്കാരെ നീക്കം ചെയ്തിരുന്നു. പക്ഷേ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ അടക്കമുള്ള നേതാക്കൾ ഇന്നലെ തന്നെ മാധ്യമങ്ങളോടും അടക്കം വ്യക്തമാക്കിയിരുന്നതാണ്. അതിൻ്റെ തുടർച്ചയായുള്ള പ്രതിഷേധം തന്നെയാണ് SFI ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. സർവകലാശാലയുടെ ഗേറ്റ് തടഞ്ഞുള്ള പ്രതിഷേധം, മോഹനൻ കുന്നുമ്മൽ എന്ന വൈസ് ചാൻസലർ, കേരള വൈസ് ചാൻസലർക്കെതിരായുള്ള ബാനറുകൾ അടക്കം പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. ആ പ്രതിഷേധത്തിലാണ് ഇപ്പോഴിതാ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം പ്രതിഷേധത്തിലാണ്. ഇത് ഈ സർവകലാശാലയുടെ മാത്രം വിഷയമല്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കേരളത്തിൻ്റെ യശസ് തകർക്കാനുള്ള സംഘപരിവാറിൻ്റെ ആസൂത്രിത നീക്കമാണ്. അത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വഴി നടപ്പാക്കാൻ ശ്രമിച്ചതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴത്തെ കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ എന്നത്. അതുമാത്രമല്ല, കുന്നുമ്മൽ ഒരിക്കൽ പോലും അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സർവകലാശാലയിലേക്ക് നേരിട്ട് എത്തുന്നില്ല. അതടക്കമുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ SFI തീർക്കുന്ന ബാനറിലും നമുക്ക് കാണാനാകുന്നത്. കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, കുട്ടികൾക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. എന്തൊക്കെയാണ്, ഞങ്ങൾ തത്സമയം ആ ദൃശ്യങ്ങൾ കാണുകയാണ്, എന്തൊക്കെയാണ് പ്രധാനമായും ഈ സമരത്തിൻ്റെ ഇപ്പോഴത്തെ ദിശ പുരോഗമിക്കുന്ന വശം? ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് VC-ക്കെതിരെ മോഹനൻ കുന്നുമ്മലിനെതിരെ വലിയ ഒരു പ്രതിഷേധം ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് നടക്കുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ്, മൂന്നാമത്തെ റൗണ്ടാണ് ഇപ്പോൾ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിരിക്കുന്നത്. വലിയ നിലയിൽ വലിയ പ്രതിഷേധം തന്നെ വിദ്യാർത്ഥികൾ ഉയർത്തുന്നു, SFI ഉയർത്തുന്നു. ഈ കേരള VC-യെ കാണുവാനില്ല എന്ന ബോർഡ് ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിന് മുന്നിൽ സ്ഥാപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. വലിയ നിലയിൽ ഇത് VC-ക്കെതിരെ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു ഏജന്റായി VC മാറുന്നു എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരം ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയനെ പോലും സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത നിലയിലേക്ക് സംഘപരിവാറിന്റെ അജണ്ടകൾ യൂണിവേഴ്സിറ്റിക്കകത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി ആ നിലയിൽ വലിയ ഒരു ഈ സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ആകെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി അലങ്കോലമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് VC-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് വളരെ നാളുകളായി SFI ഉയർത്തുന്ന ആക്ഷേപം, ആരോപണം, പരാതി. അതിന്റെ ഭാഗമായി പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ SFI-യുടെ ഭാഗത്ത് നിന്നുണ്ടായി. അതിനുശേഷം
ആയ നിലയിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് അടക്കം നടത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥികൾ കടക്കുന്നത്. ഇപ്പോൾ ഇതാ വളരെ വലിയ നിലയിൽ തന്നെ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ളൊരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇപ്പോൾ നാലാമത്തെ തവണയാണ്, നാലാമത്തെ റൗണ്ട് ജലപീരങ്കിയാണ് വിദ്യാർത്ഥികൾക്ക് മേൽ പ്രയോഗിക്കുന്നത്. ഏറ്റവും അടുത്ത്, അതായത് ഈ ജലപീരങ്കി ഏറ്റവും അടുത്ത് കൊണ്ട് നിർത്തി തന്നെ വിദ്യാർത്ഥികൾക്ക് മേൽ പ്രയോഗിക്കുന്ന നിലയിലേക്ക് തന്നെ പോലീസ് നീങ്ങുന്നു. ഏത് നിലയിലും ഈ പ്രതിഷേധത്തെ പിരിച്ചുവിടുന്നതിനുള്ള ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ ഒരു കരി പോലും വിട്ടുകൊടുക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നില്ല, SFI തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുക. ഈ ബാരിക്കേഡ് മറിക്കാനുള്ള അല്ലെങ്കിൽ മറികടക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വിദ്യാർത്ഥിനികളടക്കം നിരവധി വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ സമരത്തിന്റെ മുൻനിരയിലുള്ളത്. ആ നിലയിൽ ഇതിപ്പോൾ അഞ്ചാം തവണയും അഞ്ചാമത്തെ റൗണ്ട് ജലപീരങ്കി വിദ്യാർത്ഥികൾക്ക് മേൽ പ്രയോഗിക്കുകയാണ് പോലീസ്. തീർച്ചയായും കമലേഷ്, ജലപീരങ്കിയിൽ ജലം തീർന്നേക്കാം ഒരുപക്ഷെ, കാരണം 4 റൗണ്ടായി. പക്ഷേ എന്നിട്ടും അതിനുശേഷം വീണ്ടും ജലപീരങ്കിയുടെ ജലം എപ്പോൾ നിൽക്കുന്നു? വീണ്ടും പ്രതിഷേധവുമായി ആവേശം ചോരാതെ അവർ സർവകലാശാലയുടെ ഗേറ്റ് മുന്നിൽ സമാധാനപരമായ പ്രതിഷേധം തീർക്കുകയാണ് ജനാധിപത്യ മാർഗത്തിൽ, അല്ലേ? തീർച്ചയായും മറ്റൊരു തരത്തിലുമുള്ള ആക്രമണത്തിലേക്ക് വിദ്യാർത്ഥികൾ കടക്കുന്നില്ല. ഈ ബാരിക്കേഡ് മറികടക്കുക എന്നുള്ളത് മാത്രമാണ് വിദ്യാർത്ഥികളുടെ ശ്രമം. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇതിനെതിരെ വലിയ പ്രതിഷേധം DCക്കെതിരെ മുഴക്കുന്നു. ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിനെതിരെയാണ് രൂക്ഷമായ നിലയിൽ പോലീസ് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് മേൽ 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ. പക്ഷേ ഒരു വിദ്യാർത്ഥി പോലും ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്യന്തം ആവേശത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾ അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മുദ്രാവാക്യങ്ങളുമായി ഈ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നു. അവർക്കുമേൽ, അതായത് വിദ്യാർത്ഥിനികളാണ് എന്ന ഒരു കാര്യം പോലും പരിഗണിക്കാതെ തന്നെയാണ് ഈ പോലീസിനെതിരെ ഈ ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നു. ഇപ്പോൾ ഈ കവാടത്തിന് മുന്നിൽ, യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് വിദ്യാർത്ഥികൾ. തീർച്ചയായും ജലപീരങ്കിയിലും തടുത്തു പോകാത്ത ആവേശം, ഓരോ നിമിഷവും ഉയരുന്ന ആവേശം, തുടക്കത്തിനേക്കാൾ ആവേശത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും തീവ്രത വർദ്ധിപ്പിച്ച് മുദ്രാവാക്യങ്ങളിലൂടെ SFI അവിടെ ഇതാ പ്രതിഷേധം തീർക്കുന്നു. ജനാധിപത്യ മാർഗത്തിൽ കേരള സർവകലാശാലയുടെ മെയിൻ വാതിലിന് മുന്നിലാണ് മുദ്രാവാക്യം വിളിച്ച SFI പ്രവർത്തകർ.